മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. അല്ല, ഞായറാഴ്ചയല്ലേ, നമുക്ക് മെയിൽ ബോക്സ് തുറക്കൊന്നും വേണ്ടേ? അതെ, എല്ലാരും മെയിൽ ബോക്സ് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും മെയിൽ ബോക്സ് തുറന്നാലോ? പിന്നെ തുറക്കൂ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മെയിൽ ബോക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും ആദ്യം നമ്മൾ കത്താണ് വായിക്കാൻ പോകുന്നത്. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചാത്തമംഗലത്ത് നിന്നും പുഷ്പലതയാണ്. പുഷ്പലത മാത്രമല്ല, ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ ഓണ പരിപാടികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴും എഴുതി അറിയിക്കുന്നുണ്ട്. വിദ്യാധരൻ മാഷ് പങ്കെടുത്ത പരിപാടി, സുരഭി ലക്ഷ്മി പങ്കെടുത്ത പരിപാടി, ഈ പരിപാടികളൊക്കെ വളരെ നന്നായി എന്നാണ് പുഷ്പലത അറിയിക്കുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത താര ജോർജ് പങ്കെടുത്ത സസ്നേഹം എന്ന പരിപാടിയും വളരെ മികച്ച നിലവാരം പുലർത്തിയെന്ന് പുഷ്പലത പറയുന്നു. അന്തരിച്ച ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള KG ജോർജ്, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഒരുപാട് പേര് നമ്മുടെ കത്തുകളിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ ഒരു പരിപാടിയും അതുപോലെ തന്നെ ഓണപരിപാടികൾ, പ്രത്യേകിച്ച് ആവണി പൊന്നൂഞ്ഞാല് വിദ്യാധരൻ മാഷെ പരിപാടി ഒരുപാട് പേരെ ആകർഷിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. താര ജോർജ് പങ്കെടുത്ത പരിപാടിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വോയിസ് നോട്ട് കേട്ടാലോ? ആ പരിപാടിയെ കുറിച്ച് പ്രജീഷ് PE അയച്ചിട്ടുള്ള ഒരു വോയിസ് നോട്ട് കേൾക്കാം. മലയാള സിനിമയുടെ യവനിക, ലോക സിനിമയ്ക്കു നേരെ ഉയർത്തിപ്പിടിച്ച പ്രതിഭാധനനായ സംവിധായകൻ ശ്രീ KG ജോർജിന്റെ ഓർമ്മകളുമായി സെപ്റ്റംബർ 21 ശനിയാഴ്ച പ്രക്ഷേപണം ചെയ്ത സസ്നേഹം എന്ന പരിപാടി ശ്രീ ഫഹദ് റാസയുടെ ചോദ്യങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും ശ്രീ KG ജോർജിന്റെ മകൾ താര ജോർജിന്റെ സൂക്ഷ്മവും സരസവുമായ മറുപടികൾ കൊണ്ടും ഏറെ വ്യത്യസ്തമായ അനുഭവം പകർന്നു. തന്റെ അച്ഛനിലെ സംവിധായകനെയും ആ സിനിമകൾ പിറന്നു വീണ കാലഘട്ടത്തെയും കുറിച്ച് വളരെ ആഴത്തിൽ, അത്രത്തോളം മനോഹരമായി മകൾ സംസാരിച്ചു. കാലത്തോടൊപ്പം ചേർന്ന് നിന്ന യവനിക, കാലത്തിനപ്പുറം ചിന്തിപ്പിച്ച, ചിരിപ്പിച്ച പഞ്ചവടിപ്പാലം, കാലത്തിന് മുമ്പേ പിറന്ന ആദാമിന്റെ വാരിയല്, ഒന്നിനൊന്ന് വ്യത്യസ്തമായ അതിമനോഹരങ്ങളായ എത്രയെത്ര സിനിമകൾ. ആ സിനിമകളിലേക്കുള്ള ഒരു യാത്രയായി പരിപാടി മാറി. മലയാള സിനിമയുടെ മഹാസംവിധായകന് പ്രണാമം. ശ്രീ KG ജോർജിനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും കുറിച്ച് പുതുതലമുറ കുറെ കൂടി ഗൗരവമായി കാണാനും ചർച്ച ചെയ്യാനും ഈ പരിപാടി കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആ നല്ല നിമിഷങ്ങൾക്ക് സസ്നേഹത്തിനും ആകാശവാണിക്കും ഹൃദയം നിറഞ്ഞ നന്ദി, ആശംസകൾ. പ്രജീഷിന്റെ സ്ഥലം എവിടെയാണ്? സ്ഥലം എഴുതിയിട്ടില്ല, പകരം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് സ്ഥലം എഴുതാത്തത്. കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ പ്രജീഷ്, ഏതായാലും വളരെ സമഗ്രമായിട്ട് തന്നെ സസ്നേഹം എന്നുള്ള പരിപാടിയെ താങ്കൾ വിലയിരുത്തി. KG ജോർജിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു ദിശ കൊടുത്ത, ഒരു പുതിയ ദിശ കൊടുത്ത വ്യക്തിയാണ് KG ജോർജ്. ഏതായാലും അദ്ദേഹത്തെ കുറിച്ചുള്ള പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അഭിനന്ദനം താര ജോർജിന് കൈമാറുന്നു. വീണ്ടും ഒരു വോയിസ് നോട്ടാണ് അയച്ചിട്ടുള്ളത് മാങ്കാവിൽ നിന്നും മിനി ബാബുരാജ്. ആകാശവാണിയിലെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ വളരെ ആസ്വാദകരമാണ്. കേൾക്കാൻ പ്രിയ ഗീതം, സസ്നേഹം, അങ്ങനെ ഓരോ പരിപാടികൾ. KT ജോർജ് സാറിന്റെ മകള് താര ഫഹദ് റാസയുമായി നടത്തിയിട്ടുള്ള അഭിമുഖം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് എക്സാം ക്യാപ്സ്യൂൾ. GD കോൺസ്റ്റബിൾ പരീക്ഷയെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇത്രയും സാധ്യത കേരളത്തിൽ ഉണ്ട് എന്ന് മനസ്സിലായതും ഇത് കേട്ടപ്പോഴാണ്. ക്ലാസ് എടുത്ത വിഷ്ണു K സുരേന്ദ്രൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ മെയിൽ ബോക്സ് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു പരിപാടിയാണ്. നല്ല രസമാണ്. രണ്ടുപേരും നന്നായി അവതരിപ്പിക്കാറുണ്ട്. ബോബി, കൃഷ്ണകുമാർ, അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പം നല്ല രസമാണ്. ആകാശവാണിക്കും ആകാശവാണിയിലെ മറ്റു അവതാരകർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു. അപ്പോ മിനി, ഏതായാലും ഈ വോയിസ് നോട്ടിൽ ആകാശവാണിയുടെ ഒരുപാട് പരിപാടികളെ കുറിച്ച് സമഗ്രമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. മെയിൽ ബോക്സ് നന്നായി എന്ന് പറയുന്നതിൽ മെയിൽ ബോക്സ് നന്നാക്കുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ മെയിൽ ബോക്സ് നല്ല ആസ്വാദ്യകരമാവും. എക്സാം ക്യാപ്സ്യൂൾ, വിഷ്ണു K സുരേന്ദ്രൻ GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ, അത് വളരെ നന്നായി എന്നാണ് ഇവര് വോയിസ് നോട്ടിൽ അയച്ചിരിക്കുന്നത്, അല്ലെ? ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലെ ഇങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഒരു ദിശാബോധം കൊടുക്കാൻ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കഴിയുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്കും വളരെയേറെ സന്തോഷമുണ്ട്. ഈ പരിപാടികളൊക്കെ കേട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്കൊരു വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാലോ? ഈ കഴിഞ്ഞ ബുധനാഴ്ചയിലെ രാഗരൂപങ്ങൾ കേട്ടു. കർണാടക സംഗീതത്തിലെ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സർ അവതരിപ്പിക്കുന്ന ഈ പരിപാടി വളരെ ഉപകാരപ്രദമായി. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തുവൂരിൽ നിന്നും രാജേഷ്. നമുക്ക് സ്ഥിരമായിട്ട് കത്തുകളും അതുപോലെ തന്നെ വാട്സ്ആപ്പ് മെസ്സേജൊക്കെ അയക്കുന്ന ആളാണ് രാജേഷിന്. ഏതായാലും ഈ രാഗരൂപങ്ങൾ, മണ്ണൂർ MP രാജകുമാരൻ ഉണ്ണി അവതരിപ്പിച്ച ഈ രാഗരൂപങ്ങൾ ഇഷ്ടമായി എന്നറിയുന്നതിൽ ഞങ്ങൾക്കും വളരെയേറെ സന്തോഷമുണ്ട്. അടുത്തതും വീണ്ടും നമ്മൾക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരാളാണ് തൃക്കാക്കരയിൽ നിന്നും മൊയ്തീൻ കുഞ്ഞ്. സ്നേഹപൂർണമായ പരിചരണം മാത്രമേ അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന രോഗത്തിന് പരിഹാരമുള്ളൂ. പ്രായമായവരിൽ കണ്ടുവരുന്ന മറവി രോഗത്തിന്റെ കാരണങ്ങളെയും പ്രതിരോധ മാർഗങ്ങളെയും കുറിച്ച് ഡോക്ടർ
അഞ്ജലി വിശ്വനാഥ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ആരോഗ്യം അമൂല്യം പരിപാടിയിൽ നൽകിയ വിവരങ്ങൾ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല മനസ്സുകളിൽ നിന്നേ നല്ല ചിന്തകൾ ഉണ്ടാകൂ, നല്ല ചിന്തകളാണ് നല്ല പ്രവൃത്തികൾക്ക് ജന്മം നൽകുന്നത്, നല്ല പ്രവൃത്തികളാണ് നല്ല ലോകം സൃഷ്ടിക്കുന്നത്. 25-ാം തീയതി ദേവദാസ് നന്മണ്ട അവതരിപ്പിച്ച വചനാമൃതം ഏറെ പ്രസക്തമായിരുന്നു എന്നുകൂടെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തൃക്കാക്കരയുള്ള മൊയ്തീൻ കുഞ്ഞ് ഈ വളരെ സമഗ്രമായിട്ട് തന്നെ ഈ അൽഷിമേഴ്സിനെ കുറിച്ച് ഈ അഞ്ജലി വിശ്വനാഥ് തയ്യാറാക്കിയ പരിപാടി, തീർച്ചയായിട്ടും അത് നമ്മുടെ വയോജനങ്ങൾക്ക് ഉണ്ടാവുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഈ അൽഷിമേഴ്സ്, അല്ലെ? അപ്പൊ ഏതായാലും ആ പരിപാടി വളരെയേറെ ആൾക്കാരെ ആകർഷിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ദേവദാസ് നന്മണ്ടയുടെ വചനാമൃതവും അദ്ദേഹത്തെ ആകർഷിച്ചു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ അഭിനന്ദനം ദേവദാസ് നന്മണ്ടയ്ക്ക് കൈമാറുന്നു. അല്ല, ഈ ആരോഗ്യാമൂല്യത്തെ കുറിച്ച് ഒരു കത്ത് കൂടി ഉണ്ടല്ലോ. അതെ, ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. മിനി VS വാളവയലിൽ നിന്നും ഈ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായി എന്നും ഉപകാരപ്രദമായ ഇത്തരം പരിപാടികൾക്കായി ഇനിയും കാതോർത്തിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് മിനി. ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇതുപോലുള്ള പരിപാടികൾ ഇനിയും ഉണ്ടാവും. അപ്പൊ ഏതായാലും ഈ ഡോക്ടറുടെ ഈ പ്രഭാഷണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അഭിനന്ദനങ്ങൾ ഡോക്ടർക്ക് കൈമാറുന്നു. ഇപ്പൊ ഈ മെസ്സേജുകളും കത്തുകളും ഒക്കെ നോക്കിക്കഴിയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള, അതായത് കോഴിക്കോടിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മെസ്സേജസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ന്യൂസ് ഓൺ എയർ ആപ്പ് ഉള്ളതുകൊണ്ട് ആകാശവാണി പരിപാടികൾ ലോകത്ത് എവിടെയിരുന്നു നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ കോഴിക്കോടിന് പുറത്തുള്ള ആൾക്കാരാണ് കൂടുതൽ മെസ്സേജ് വരുന്നത്. അതെ, വീണ്ടും കോഴിക്കോടിന് പുറത്തു നിന്നുള്ള ഒരു വോയിസ് നോട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പൗലോസ് മാസ്റ്റർ പട്ടിമറ്റം, അല്ലേ, എറണാകുളം. കരിയർ ക്വിസ് വേറിട്ട ഒന്നാണ്. പല സ്ഥലത്തും റേഡിയോയിലാവട്ടെ ടിവിയിലാവട്ടെ ക്വിസ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളോടുകൂടി ഉത്തരങ്ങളും വരുന്നു എന്നുള്ളതല്ലാതെ കോഴിക്കോട് ആകാശവാണിയുടെ കരിയർ ക്വിസിലെ ഒരു ചോദ്യം ചോദിച്ച് അതിനുത്തരം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു കൊടുക്കുന്നു. അത് ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ചും PSC പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ONV കുറുപ്പ് സാറിന്റെ ഗോതമ്പ് മണികൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിത, അത് ജിനി സുജീവന്റെ ശബ്ദത്തിലൂടെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പൗലോസ് മാസ്റ്റർ വളരെ വിശദമായിട്ട് നമ്മുടെ കരിയർ ക്വിസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലേ. അതെ, കരിയർ ക്വിസ് തീർച്ചയായിട്ടും ഒരുപാട് പേരെ അത് ആകർഷിക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ അവസാനം അതേക്കുറിച്ച് കരിയർ ക്വിസിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വിശദമായിട്ടുള്ള രീതിയിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇഷ്ടമായി എന്നാണ് പൗലോസ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാവ്യാഞ്ജലി, അല്ലെ, ONV കുറുപ്പിന്റെ കോതമ്പ് മണികൾ. ഏതായാലും വളരെ വിശദമായ നോട്ടാണ് പൗലോസ് മാസ്റ്റർ അയച്ചിരിക്കുന്നത്. അടുത്തത് മലപ്പുറം ജില്ലയിലെ ഒതായിൽ നിന്നും ഷമീം അയച്ച വോയിസ് നോട്ടാണ്. കേട്ടാലോ? പിന്നെ കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് റിയൽ എഫ്എമ്മിൻ്റെ ഈ പുതിയൊരു മാറ്റത്തിൽ. കാരണം ഒരുപാട് ശ്രോതാക്കൾ പറഞ്ഞതാണ്, പക്ഷെ പറഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം പറയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ പഴയ ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വലിയൊരു അവസരം എന്തായാലും ഈ പുതിയ മാറ്റം കൊണ്ടുണ്ടായി എന്നുള്ളതാണ്. അതായത് സ്മൃതി തരംഗം, അതുപോലെ അരങ്ങൊക്കെ ഒത്തിരി കേട്ടതാണ്. സ്മാരകശിലകളൊക്കെ വീണ്ടും കേൾക്കാനും, അതുപോലെ മുന്നൊന്നും കേട്ടത് നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം എന്തായാലും മുഴുവൻ കേൾക്കാനും നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടി. അതുപോലെ കൂടുതൽ പഴയ നല്ല നല്ല നാടക പരമ്പരകൾ തന്നെ, നാടക പരമ്പരകൾ തന്നെ ആ പരിപാടിയിലൂടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ അത്ഭുതപ്പെടുത്തിയൊരു പരിപാടിയാണ് ഗാനലോക വേദികളിൽ. അത് സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് ഉച്ചയ്ക്ക് 2:00 അല്ലെങ്കിൽ രാത്രി 7 മണിക്ക്. ഒരു ചെറിയ കാര്യം അറിയണമെന്നുണ്ട്. അതായത് ഗാനലോക വേദികളിൽ നിന്നുള്ള പരിപാടി ശരിക്കും കൊച്ചി എഫിൻ്റെ പരിപാടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് ഏത് വർഷമാണ് ശരിക്കും പ്രക്ഷേപണം ചെയ്തത് എന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒതായിൽ നിന്ന് ഷമീമിന്റെ വോയിസ് നോട്ട് കേട്ടു. വളരെ വിസ്തരിച്ച് തന്നെ അദ്ദേഹം നാടകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. അരങ്ങ് ഒരുപാട് പേരെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെയാണ് ഗാനലോക വീഥികളിൽ എന്ന് പറയുന്ന പരിപാടി. ഏത് വർഷമാണ് അത് ആരംഭിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് 2006 മുതൽ 2011 വരെയാണ് പരിപാടി ഉണ്ടായിരുന്നത്. അത് കൊച്ചി നിലയാണ് അത് ആദ്യം ചെയ്തത്. സ്മൃതി തരംഗം എന്ന് പറയുന്ന പരിപാടിയും ഷമീമിനെ ആകർഷിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ പറഞ്ഞ് നമ്മുടെ സമയം തീരാറായി. അപ്പൊ ഇനി എന്ത് ചെയ്യണം? മെയിൽ ബോക്സ് പൂട്ടാൻ തൽക്കാലത്തേക്ക്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് ഒന്ന് പറഞ്ഞൂടെ? അപ്പൊ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് 9400224440. ഈ നമ്പറിലേക്കാണ് വാട്സാപ്പ് മെസ്സേജുകളും വാട്സാപ്പ് വോയിസ് നോട്ടുകളും അയക്കേണ്ടത്. ഇത് കൂടാതെ കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഇതാണ്: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട് 67332. അപ്പൊ വീണ്ടും അടുത്ത ഞായറാഴ്ച. എല്ലാവർക്കും ഗുഡ് ബൈ. മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.